ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പാൽവാഴക്കയുടെ റെസിപ്പിയാണ്. ഇതിന് നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യണില്ല. ഏത്തപ്പഴവും തേങ്ങാപ്പാലും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണിത്. ഇത് മലബാർ സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന പാൽവാഴക്കയുടെ പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേർഷനാണിത്. കൂടുതലും തിരുവനന്തപുരം പിന്നെ കന്യാകുമാരി ജില്ലയിലൊക്കെ തയ്യാറാക്കുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മളിത് തേങ്ങാപ്പാലിലാണ് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടി ഒരു തേങ്ങ ചിരകിയെടുക്കുക. ഏകദേശം 2 കപ്പ് ഉണ്ടാവും. ഇനി ഇത് തേങ്ങാപ്പാലാക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. തേങ്ങാപ്പാൽ തയ്യാറാക്കുമ്പോൾ ഇളം ചൂടുവെള്ളം ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഏകദേശം 4 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം. അതുപോലെ 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് എടുക്കുകയൊന്നും വേണ്ട, എല്ലാം ഒരുമിച്ച് തന്നെ എടുക്കാം. അപ്പോൾ 2 കപ്പ് തേങ്ങയിൽ നിന്ന് ഏകദേശം 4 കപ്പ് തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ 3 നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. ഇങ്ങനെ നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞു വെക്കാം. അതുപോലെ പാൽവാഴയ്ക്ക തയ്യാറാക്കാൻ ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം തന്നെ എടുക്കുക. വേറെ പഴം ചേർത്ത് കഴിഞ്ഞാൽ നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ പഴം അരിഞ്ഞും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. തേങ്ങാപ്പാലും നേന്ത്രപ്പഴവും കൂടെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം പകുതി വേവാകുന്നത് വരെ വേവിക്കാം. അതുപോലെ തേങ്ങാപ്പാൽ നമ്മൾ ചേർക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വേണം ചേർക്കാനായിട്ട്. ഏത്തപ്പഴവും തേങ്ങാപ്പാലും കൂടി പകുതി വേവാകുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ ഏകദേശം 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര ഏകദേശം 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതുപോലെ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അപ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. തേങ്ങാപ്പാലും പഴവും ചേർത്തതുകൊണ്ട് തന്നെ ഇതിന് കട്ടി കൊടുക്കാനായിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കണം. അപ്പോൾ ഇത് തയ്യാറാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ട അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തേങ്ങാപ്പാൽ തയ്യാറാക്കുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. തേങ്ങാപ്പാലില്ലെങ്കിൽ വെള്ളം ചേർത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. നമ്മൾ ഈ ചൂടുള്ള തേങ്ങാപ്പാലിൽ അല്ലാതെ അരിപ്പൊടി ഡയറക്റ്റ് ചേർക്കുകയാണെങ്കിൽ കട്ട പിടിച്ചു പോവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ പഴമൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഈ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പാലൊക്കെ തിളച്ച് വരില്ലേ, അതുപോലെ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് അരിപ്പൊടി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ നേർത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അരിപ്പൊടി മിക്സ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് വേണ്ട ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഏലക്ക ചെറുതായിട്ട് ക്രഷ് ചെയ്തത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ആ ഒരു പഞ്ചസാരയുടെ മധുരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്.
നമ്മൾ അരിപ്പൊടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് കുറുകാൻ തുടങ്ങും. ഒത്തിരി കുറുകിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ലൂസാക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. അതുപോലെ പായസത്തിനേക്കാളും കുറച്ച് കട്ടിയായിട്ട് വേണം പാൽവാഴയ്ക്ക ഉണ്ടാക്കാനായിട്ട്. പായസത്തിൻ്റെ അത്രയും ലൂസാവാൻ പാടില്ല. ഇനി ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ച് വേവിക്കണം. ഇതാ ഇപ്പോൾ നമ്മുടെ പാൽവാഴയ്ക്ക നന്നായിട്ട് കുറുകി കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലും നേന്ത്രപ്പഴവും നല്ലൊരു കോമ്പിനേഷനാണ്. തേങ്ങാപ്പാലിൽ കിടന്ന് ഈ നേന്ത്രപ്പഴം വേവുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തേങ്ങാപ്പാലിന് പകരം നമുക്ക് പശുവും പാലും ഉപയോഗിക്കാം. പക്ഷെ തേങ്ങാപ്പാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പാൽവാഴയ്ക്ക റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണിത്. അതുപോലെ നമുക്കിത് സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം. ഇടിയപ്പത്തിൻ്റെയും ഗോതമ്പ് ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും പാൽവാഴയ്ക്ക ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ ആലിയാസ് ലിറ്റിൽ ജോയ്സ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.